അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഉസ്താദുമാരെ, അല്ലാഹു തആല പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് അല്ലാഹു തആല ശുദ്ധിയാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ പത്തിലാണ് നാം ഉള്ളത്. ഈ ഒന്നാമത്തെ പത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളും നാം ചെയ്യുന്ന സൽപ്രവർത്തികളും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വളരെ പ്രധാനമായ ഒരു മർമ്മമാണ് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ ദിവസേന തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കൽ കൊണ്ടോ, ഒരു മനുഷ്യൻ ദിവസേന ഓരോ ദിവസം ഓരോ ഖത്തം തീർക്കൽ കൊണ്ടോ, അല്ലെങ്കിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലലുകൊണ്ടോ, ദിക്റുകൾ ചൊല്ലലുകൊണ്ടോ, ഔറാദുകൾ ചൊല്ലലുകൊണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുപാട് ധർമ്മങ്ങൾ നടത്തലുകൊണ്ടോ ഒരു മനുഷ്യൻ അല്ലാഹു തആലയുടെ അടുക്കൽ ഖബൂൽ എന്ന് ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. കാരണം എല്ലാത്തിൻ്റെയും മാനദണ്ഡം അവൻ്റെ മനസ്സാണ് ശുദ്ധിയാകുക. മനസ്സ് ശുദ്ധിയാകാത്ത കാലത്തോളം ഒരിക്കലും മനുഷ്യൻ ശരിയാവില്ല എന്ന പരിശുദ്ധ തിരുവചനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വലിയൊരു തിരുവചനം നാം എപ്പോഴും ആസ്പദമാക്കി, എപ്പോഴും നാം നല്ലവരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാകണം. ഒരാളെക്കുറിച്ചും ഗീബത്തോ നമീമത്തോ ഫിത്നയോ ഫസാദോ അതൊന്നുമില്ലാതെ നല്ല മനസ്സോടുകൂടി നല്ല സ്വഭാവത്തോടുകൂടി എല്ലാവരും നന്നാകണം, എല്ലാവരും ഉഷാറാകണം എന്നുള്ള നല്ല മനസ്സ് എപ്പോഴാണോ നമ്മളിലേക്ക് കടന്നു വരുന്നത്, അന്ന് നാം നല്ലവരായി തീരും. അന്ന് അല്ലാഹു തആല നമുക്ക് ധാരാളം ഖൈറാത്തുകൾ ധാരാളം നൽകും. ഇത് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങളിൽ മുൻപന്തിയിലാണ് ഉള്ളത്. ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയത്തിൽ മുൻപന്തിയിലാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ മുൻപന്തിയിലാണ്, ധർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ മുൻപന്തിയിലാണ്, പ്രഭാഷണ വേദികളിൽ മുൻപന്തിയിലാണ്, മറ്റുള്ള കർമ്മങ്ങളിലെല്ലാം അവർ മുൻപന്തിയിലാണ്. പക്ഷെ ഒരു തകരാറ് സാധാരണ നാം കാണുന്നത്, നാം അനുഭവിക്കുന്നത്, മനുഷ്യൻ്റെ മനസ്സ് വലിയൊരു പെർഫെക്റ്റായി വരുന്നില്ല എന്നതാണ്. മനസ്സൊന്ന് ശുദ്ധിയാക്കാൻ വേണ്ടി ഇനി ഒന്നും കഴിയുന്നില്ലെങ്കിൽ മഹാനായ ശൈഖുന പേരോട് ഉസ്താദിൻ്റെ തസ്കിയത്ത് എന്നുള്ള ക്ലാസ് എടുത്ത ആ ഒരു വഅദ് നാം യൂട്യൂബിൽ അടിച്ചാൽ വളരെ വ്യക്തമായി നമുക്കത് കേൾക്കാൻ കഴിയും. ആ ഒരു വഅദെങ്കിലും നാം കേട്ട് നമ്മുടെ മനസ്സൊന്ന് ശുദ്ധിയാക്കി മറ്റൊരാൾക്ക് നമ്മുടെ കരങ്ങളെ കൊണ്ടോ നമ്മുടെ നാക്കുകളെ കൊണ്ടോ ഒരു വിഷമമില്ലാത്ത രീതിയിൽ ഒന്ന് ജീവിക്കാൻ വേണ്ടി ഞാനും എല്ലാവരും ഒന്ന് ശ്രമിക്കണം. അതല്ലേ നാം പഠിച്ചത്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ശരിയായ ഒരു മുസ്ലിം എന്ന് പറയണമെങ്കിൽ തന്നെ മറ്റൊരു മുസ്ലിം ഇവനിൽ നിന്ന് നാവ് കൊണ്ടും കൈ കൊണ്ടും അവൻ രക്ഷപ്പെട്ടവനാണ് എന്നുള്ള യാചനയാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നാം ശരിയായ മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കണം. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വളരെ പ്രത്യേകമായി ഈ റമദാൻ മാസത്തിൽ അത് പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെയും അല്ലാഹു തആല ശുദ്ധിയാക്കി തരുമാറാകട്ടെ. മനസ്സ് ശുദ്ധിയാക്കിയതിൻ്റെ ശേഷം നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.